ഓടിച്ചു വിടല്. നോക്കുക പയറ് തിന്നാനുണ്ടോന്ന്. എങ്ങോട്ടാ കാട്ടങ്ങടെ അറിയുന്നുണ്ടോ? ഒരു പേടിയുണ്ടോ എന്ന് നോക്കിയാൽ ഞാനിവിടെ നിന്നിട്ട് പിടിച്ചാലോ. ഇത് വീട്ടിൽ വളർത്തുന്ന സൈസ് സത്യം അല്ലേ? തിന്നാൻ വന്ന ഒന്നും കിട്ടിയില്ലേ, കണ്ടോ പോയി. ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ തത്തയുടെ വീഡിയോയൊക്കെ എടുത്തോട്ടെ. രാവിലെ പയറൊക്കെ തിന്നാനായിട്ട് തത്ത വന്നതാണ്, പക്ഷേ അതിൽ നിന്ന് നേരത്തെ ഞാൻ പറിച്ചെടുത്തായിരുന്നു. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ഓംലേറ്റും ചമ്മന്തിയും ഇതൊക്കെയാണ്. അപ്പം കണ്ണൻ രാവിലെ തന്നെ ക്ലാസ് ഉണ്ട്. കണ്ണൻ രാവിലെ അങ്ങ് പോയി, അച്ഛന് ഉച്ചയാകുമ്പോഴത്തേക്ക് പോയാൽ മതി. അപ്പോൾ ഞാൻ രാവിലത്തെ കാപ്പിയെല്ലാം കഴിഞ്ഞ് വെച്ച് കുറേ ദിവസങ്ങളായിക്കൊണ്ട് വിചാരിക്കുന്നുണ്ട് നമ്മുടെ തോർത്തൊക്കെ ഒന്ന് പുഴുങ്ങി അലക്കണം. ഈ പിള്ളേരുണ്ടല്ലോ, ഈ തോർത്തെല്ലാം എടുത്തേച്ച് അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് ഒന്നത് ഈ എണ്ണമയം ഒക്കെ പറ്റി കഴിഞ്ഞ് നനഞ്ഞ പടിയെ കൊണ്ട് ചുരുട്ടി കൂടുമ്പോൾ പെട്ടെന്ന് കരിമ്പനും അടിക്കും. അത് തോർത്ത് കണ്ട ഒരു വൃത്തി വന്നില്ല. അപ്പോൾ ഞാനത് രാവിലെ തന്നെ അടുപ്പിലോട്ട് വെച്ചങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചേ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഇങ്ങോട്ട് പുഴുങ്ങാന്ന് പറയുന്നത്, വേറെ സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തോർത്ത് സോപ്പ് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് വെച്ച് അതിനകത്തേക്ക് സോപ്പ് പൊടി എന്ന് വെച്ചാൽ സോപ്പ് കട്ടയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ അലക്കിയ സോപ്പിൻ്റെയൊക്കെ ബാലൻസ് വരുമല്ലോ, അതെടുത്ത് ഞാൻ മാറ്റി വെക്കും, കളയത്തില്ല. എന്നിട്ട് അതൊക്കെ ഇട്ടാണ് ഇങ്ങനെ പുഴുങ്ങി അലക്കാണ്ടെടുക്കുന്നത്. അപ്പോൾ അത് ആ വെള്ളത്തിലേക്ക് ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് വെച്ച് അതിനകത്തോട്ട് തോർത്ത് മുക്കി വെച്ച് എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ തിളപ്പിച്ച് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം രാവിലെ തോർത്തൊക്കെ കഴുകാനായിട്ട്, അപ്പോൾ അത് കല്ലേ വേണം നമ്മൾ അലക്കാനായിട്ട്. നല്ലപോലെ തല്ലി അലക്കി എടുത്താൽ അത് നല്ലപോലെ അതിൽ ചെളി നല്ലപോലെ പോകത്തുള്ളൂ. അപ്പം തിളച്ച് നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒത്തിരി തണുക്കാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ കല്ലിൻ്റെ പുറത്തോട്ട് എടുത്തിടുമ്പോഴത്തേക്കുണ്ടോ ആവി പറക്കുന്നുണ്ടോ. അപ്പോൾ കല്ലിൻ്റെ പുറത്തോട്ട് എടുത്തിടുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂട് പെട്ടെന്ന് അങ്ങ് പൊക്കോളും. അങ്ങനെ അതെല്ലാം കൂടെ നനക്കാനായിട്ട്. അപ്പം അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൽ അഴുക്കൊക്കെ എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി നാളായി ഇങ്ങനെ തോർത്ത് തോർത്തൊന്നും കാണാനില്ല. നീ ഞാൻ ചോദിക്കുമ്പോഴല്ലേ ഇവർ പറഞ്ഞു ഞങ്ങൾ എടുത്തില്ല എന്ന്. ഇന്നലെ ഞാൻ ഓരോ സ്ഥലത്തും നോക്കി അലമാരിലൊക്കെ കുത്തിത്തിരികി വെച്ചേക്കുവാണ്. അവിടെ ഇവിടെ എല്ലാം ആയിട്ട് കട്ടിലിൻ്റെ ഷീറ്റിൻ്റെ അടിയിൽ എല്ലാം ഇട്ടേക്കുമായിരുന്നു. ഒന്നാന്ന് വെച്ചാൽ ഈ മേളത്തെ റൂമിൽ, ഈ കണ്ണൻ്റെ റൂമിൽ ആരും കിടക്കുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ഷീറ്റൊന്നും അങ്ങനെ എന്നും മാറാറൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ മാറിയെടുത്ത് അതിലൊരു ഷീറ്റങ്ങ് വിരിച്ചിട്ടേക്കാണ്. കാര്യം ആരും കിടക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ കുറേശ്ശെ ഒന്ന് അലക്കി എടുക്കുകയാണ്. അപ്പോൾ അച്ചുവാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ തോർത്തലൊക്കെ നല്ലപോലെ ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തല്ലി അലക്കിയാലേ അതിൻ്റെ ചെളി പോകത്തില്ല. അപ്പോൾ നമുക്ക് മേളിലാണെങ്കിലും ഇങ്ങനെ ഈ തോർത്തൊന്നും പുഴുങ്ങി അലക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാര്യം നമ്മൾ അവിടെ തല്ലി അലക്കുമ്പോൾ ചിമ്മിനിയുടെ അങ്ങോട്ടൊക്കെ സോപ്പുകളിലൊക്കെ തെറിക്കും. ഇതാകുമ്പോൾ പിന്നെ എങ്ങോട്ടും തെറിക്കില്ല. സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കാണ് ഞാൻ ഈ കല്ലിവിടെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മനസ്സമാനമായിട്ട് നല്ലപോലെ ഒന്ന് മുറുക്ക അലക്കി കഴുകാം. നേരത്തേക്ക് ഞാൻ തോർത്ത് പുഴുങ്ങി കഴിഞ്ഞാൽ ഇത്ര ഇതായിട്ട് എനിക്ക് അലക്കാൻ പറ്റത്തില്ല മേളിൽ. എന്നുവെച്ചാൽ അവിടെ ഇവിടെ എല്ലാം അങ്ങ് സോപ്പ് വെള്ളം തെറിക്കും. അതുകൊണ്ട് അല്ല ഇച്ചിരിയോട് ഇങ്ങോട്ടൊക്കെ നീങ്ങിയൊക്കെയാണ് ഓപ്പണായിട്ട് കിടക്കുന്നതിനാണ് നമുക്ക് അത്രയും പ്രശ്നം പറ്റില്ല. ഇത് ചിമ്മിനിയോട് ചേർന്നായിട്ട് അങ്ങോട്ട് നമുക്ക് ചെറിയ തുണിയൊക്കെ കുത്തിപ്പിടിയാനൊക്കെ പറ്റത്തുള്ളൂ മേളത്തെ അലക്കല്ലേ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ അലക്കാൻ പറ്റും. അപ്പോൾ തോർത്തെല്ലാം കഴുകി ബക്കറ്റും പാത്രങ്ങളും എല്ലാം കഴുകി കല്ലേ കമത്തി വെച്ച് അങ്ങനെ തോർത്തെല്ലാം കഴുകിയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുവിന് പോകാനുള്ള സമയമായി. അപ്പോൾ ഞാൻ മീൻ കൊണ്ടുവന്നു ചേട്ടൻ. അപ്പോൾ ആ മീൻ എടുത്ത് പെട്ടെന്ന് വാർത്തു. അപ്പോൾ ഇന്നലത്തെ പരിപ്പ് കറി, ഒന്നുറങ്ങിയ പരിപ്പ് കറി, ജയ ചേച്ചിയുടെ അജിത ചേച്ചിയുടെയൊക്കെ രീതി പറഞ്ഞാൽ ആ ഉറങ്ങിയ പരിപ്പ് കറി എടുത്ത് ഞാൻ ചൂട് ചോറിനകത്തോടങ്ങ് ഒഴിക്കുമായിരുന്നു. അടുപ്പ് വെച്ച് ചൂടാക്കിയില്ല, എന്നിട്ട് ചൂട് ചോറായിരുന്നു കേട്ടോ. അപ്പോൾ ചോറിനകത്തോട്ട് ഒഴിച്ചു. അപ്പോൾ അച്ചു പോകാൻ സമയമായെന്ന് പറഞ്ഞ് കിടന്നങ്ങ് ധൃതി വെക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അച്ചുവിന് ഇച്ചിരി ചോറൊക്കെ വാരി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ചുവിന് ചോറും ഒക്കെ വാരി കൊടുത്ത്, അപ്പം മിക്കപ്പോഴും ഇവിടെ അച്ചുവിന് തന്നെയല്ല കേട്ടോ, കണ്ണനും ഒക്കെ ചോറ് വാരി കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഇവർ ധൃതിയൊക്കെ വെച്ച് പോകുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ചോറ് വാരി കൊടുക്കാമെങ്കിൽ അവർ കുറച്ചെങ്കിലും കഴിച്ചു പോകും. ഇല്ലെങ്കിൽ നമ്മൾ വിളമ്പി കൊടുക്കാൻ കേട്ടല്ലോ ഒരു 2-3 ഭാഗം കഴിച്ച് ചെറിയ സമയമില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോറ് വാരി കൊടുത്തേക്കാന്ന് വിചാരിച്ചത്. ഇങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ പിള്ളേർ വാരി തരാൻ പറയുമ്പോൾ വാരി കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള മീൻ കറിയൊക്കെ വെക്കാനായിട്ടൊക്കെ തുടങ്ങുവാണേ. അപ്പോൾ മീൻ കൊണ്ടുവന്ന് അച്ചുവിന് വേണ്ടി അന്നത്തേക്ക് കുറച്ച് മീനെടുത്ത് ഞാൻ വറുത്തതേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം പീസാക്കിയൊക്കെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ സാധാരണ മീൻ കറി തന്നെയാണ് വെക്കുന്നത്. മുളകും മല്ലിയും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് എണ്ണയൊഴിച്ച് അതിലേക്ക് കടുകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അതിലേക്ക് വെള്ളവും ചേർത്ത് ആവശ്യമുള്ള ഉപ്പും പിന്നെ പുളിയും കൂടി ഇട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് മീൻ എടുത്തിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കറി വെക്കുന്നത്. എല്ലാം പീസാക്കി വെച്ചേക്കാണ് മീനെല്ലാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പറയാനുള്ളതൊക്കെ ഇതിലൂടെയൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് ഇനി അതിലേക്ക് പീസാക്കി വെച്ചേക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി അടുപ്പിലിരുന്നങ്ങ് വെന്തോളും.
അത് വേഗം വെച്ചേച്ച് എനിക്കെന്നെ ഉരുളൻകിഴങ്ങ് തോരൻ വെക്കണം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ആ സമയത്ത് ഇത് വേകുന്ന സമയത്ത് ഉരുളൻകിഴങ്ങ് തോരനുള്ളതെല്ലാം ഒന്ന് ചിരണ്ടിയും എടുത്തുമെല്ലാം എടുക്കാനായിട്ടുള്ള സമയമുണ്ട്. അപ്പം ഞാൻ ഇനി മീൻ അടുപ്പിലിട്ട് അതിനകത്തിട്ട് ഓരോരോ പീസൊക്കെ അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഇടാൻ പുളി നല്ലപോലെ അതിനകത്ത് കിടന്നൊന്ന് സെറ്റാവുകയെ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മീനെല്ലാം അതിലേക്കിനി കുറേശ്ശെ ഇട്ടേച്ച് അത് മൂടി വെച്ചേച്ച് പിന്നെ ഒന്ന് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് വീണ്ടും ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് മീനെല്ലാം ഇട്ടേച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് അതൊന്ന് ഇച്ചിരി ഒന്ന് പറ്റി കഴിഞ്ഞേച്ചാണ് അതിലേക്ക് ഇനി ഇച്ചിരി കറിവേപ്പിലയും പിന്നെ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇന്നിപ്പം കറിവേപ്പില ഇല്ല. അതുകൊണ്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല മണം കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തൊരു ശകലം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചില്ല കേട്ടോ. തിളച്ചൊരിച്ചിട്ടാകുമ്പോഴത്തേക്ക് ഒരു ശകലം ഉലുവാപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ചേർക്കും. അങ്ങനെയാണ് ഞാൻ മീൻകറിയൊക്കെ വെക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഒരുപാട് തവണയൊക്കെ വീഡിയോയിലൂടെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഞാനിങ്ങനെ നമ്മൾ സാധാ മീൻകറി തന്നെയാണ് വെക്കുന്നത്. ഇത് ഇനി ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഉരുളൻകിഴങ്ങിനുള്ളതെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സാമ്പാറിനൊക്കെ അരിയത്തില്ലേ അതുപോലെയാണ് ഉരുളൻകിഴങ്ങ് എടുക്കുന്നത്. സവോളയാണേലും ഒരു ഇച്ചിരി വീതിയിലാണ് എടുക്കുന്നത്. അങ്ങനെ സവോള അരിഞ്ഞ് പിന്നെ പച്ചമുളകും പിന്നെ ആവശ്യമുള്ള ഉപ്പും പിന്നെ ഒരു ശകലം വെജിറ്റബിൾ മസാലപ്പൊടി പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഞാൻ ഒരു അല്ലാതാണ് വേവിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ കുക്കറിലല്ല വേവിക്കുന്നത്. കുക്കറിൽ വേവിച്ചാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ വെള്ളം കൂടി പോയിരിക്കും, ചിലപ്പോൾ കുറഞ്ഞു പോയിരിക്കും. അതുകൊണ്ട് ഞാനൊരു ചെരുവത്തിലല്ലാതാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം അതിന് നമുക്കത് വെള്ളം ഇച്ചിരി കൂടിയാലും നമുക്കൊന്ന് പറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ, തോരൻ പോലെ വെക്കാനായിട്ടല്ലേ. എന്നിട്ട് അതിലേക്ക് പിന്നെ അത് വേവിച്ച് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് ഉണക്കമുളകും കൂടി ഇട്ട് അതിലേക്ക് എന്നിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ചതച്ച് ചേർത്തേച്ച് അതിലേക്ക് പിന്നെ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ് വേവിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മസാലയെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നും ചേർക്കാത്തത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി. ഇത് നമുക്ക് മീൻ കറിയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനത്തെ ഈ ഉരുളൻകിഴങ്ങ് കറി വെക്കാനായിട്ട്. ഇങ്ങനെ അല്ലാതെ ഞങ്ങളുടെ ഒക്കെ ഇവിടോട്ട് വേറെ സൈസ് ഉരുളൻകിഴങ്ങ് തോരൻ വെക്കും. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ഉരുളൻകിഴങ്ങൊക്കെ തോരനൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇവിടെ അമ്മ വെക്കാൻ പഠിപ്പിച്ചാട്ടോ ഇതൊക്കെ നല്ല രുചിയാണ്. അമ്മ പിന്നെ എന്നെ വെച്ചാലും ഭയങ്കര രുചിയായിരുന്നേ. അത് എൻ്റെ അമ്മയും അതെ ഇവിടുത്തെ അമ്മയും അതെ കേട്ടോ. എന്നെ ഉണ്ടാക്കിയാലും ഭയങ്കര രുചിയായിരുന്നു. അപ്പം അമ്മയിൽ നിന്ന് പഠിച്ചാണ്. അമ്മയിൽ നിന്ന് ഒത്തിരി പച്ചക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഇങ്ങോട്ട് പിന്നെ കൂടുതൽ ഇറച്ചി മീനൊക്കെ അല്ലേ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് പച്ചക്കറിക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പം അങ്ങനെ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ കറി എന്ന് പറഞ്ഞാൽ മീൻകറി, മീൻ വറുത്തതും പിന്നെ ഈ ഉരുളൻകിഴങ്ങ് തോരനും കൂടെ ആയിരുന്നു ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ആയിട്ട്. പിന്നെ വൈകിട്ടത്തെ വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തത് കേട്ടോ. വൈകിട്ട് വരെ പഠിക്കാനിരുത്തുന്ന സമയത്തുള്ള ലീലാവിലാസങ്ങളൊക്കെയാണ് ഇനി കണ്ടു. എപ്പോ പറഞ്ഞു പോയതാ, എന്നിട്ട് അവൻ പഠിക്കാതെ ഇങ്ങനെ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. പേടിയില്ല, വടിയൊന്നും അനങ്ങിയാൽ മതി, പേടിയാ. ഇതൊക്കെ അച്ഛനെ കാണിച്ചോളാ. യൂട്യൂബിൽ ആ ഒരുത്തനോട് പഠിക്കാൻ പറഞ്ഞ പഠിക്കത്തേ ഇല്ല. മടിച്ച് ഇല്ലട, നാണമില്ല. ആ എന്നാന്നറിയാവോ, ഇവനിട്ട് ഇപ്പൊ രണ്ടടി ഞാൻ കൊടുത്തു പഠിക്കാതെ ഇരിക്കുന്നതിന്. അതിനാണ് നാണമില്ലെന്നാണ്. അവൻ ഇനി വീഡിയോയ്ക്ക് മുന്നിൽ വരത്തില്ലെന്നാണ്. ആ കണ്ണേട്ടാ നീ എന്നെ കളിയാക്കണ്ടടാ. ഒരു ദിവസം എൻ്റെ വീഡിയോയും കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും കേട്ടോ. നിങ്ങൾക്കൊക്കെ മനസ്സിലായോ എന്നെ എത്ര മാനസികമായിട്ട് തളർത്തുന്നുണ്ടെന്ന്. എന്നിട്ടും ഞാൻ അതിൽ നിന്ന് പൊരുതി മുന്നേറാൻ നോക്കുന്നുണ്ട്. പഠിക്കാനിരിക്കുന്നത് കണ്ടോ. എന്നെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ. എൻ്റെ തല മൊട്ടത്തലയാന്നും എന്നെ എന്നതൊക്കെയാണോ പറയുന്നത്. ബോള് പോലെ തലയിരിക്കുന്നതെന്ന്. ഒന്ന് പഠിക്കാൻ പറഞ്ഞതിൽ നിന്നാണ് ഇത്രയും ബഹളം വെക്കുന്നത്. പഠിക്കാൻ പറഞ്ഞതിൻ്റെ അല്ല. ഇത് കണ്ടോ, ഈ വടി കൊണ്ട് ഞാൻ 2-3 അടി കൊടുത്തു. 2-3 അടി കൊടുത്തു. അതിനാണ് ഇപ്പൊ
ഈ പ്രതികരണം ഇപ്പൊ അതിന്റെയാണ്. നല്ല അടിയാണ് കിട്ടിയത്, നല്ല അടി. ച, 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 ച. അവന് മറുകോ, അവന്റെ കുരുട്ടുബുദ്ധി മൊത്തം അവന്റെ മോന്തയ്ക്കുണ്ട്. സാഗരം ശാന്തമാകവേ ചൈത്ര നമ്മള് കൊല്ലത്തറയല്ലോ. അച്ചു, നിനക്ക് വേറെ പണിയില്ല, നീ ഇവിടെ ഇട്ടിരുന്ന് പഠിക്ക്. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗം. എടാ, നിനക്ക് +1 ആണോ പഠിക്കാണ്ടുള്ളത്? ആ, കുഴപ്പമുണ്ട്. ആദ്യം 9ാം ക്ലാസ്സിലെ പഠിക്ക്. ആ, ഞാന് ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്ക് രണ്ടും ഭയങ്കര പഠിത്തക്കാരായി. അതുവരെ അടിയായിരുന്നു. എടാ, വടി ഇവിടെ തന്നെ അണ്ണ, കണ്ട വടി ഇവിടെ തന്നെ. അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അച്ചു, നീ വിട്ട് വടിയെന്ന്, വടിങ്ങ നീ കണ്ണ, എൻ്റെ വടി ഇതാ. കണ്ണോ, വടി ഇവിടെ തന്നെ. ആ, അപ്പൊ പേടിയുണ്ട് അപ്പനെ. ആ ആ ഇല്ല, വിവരം അറിയാം. അപ്പനെ എടുത്തിട്ട് ഭിത്തിയിൽ ഒട്ടിക്കും. നീ എന്നെ പേടിക്കണ്ടാ. എപ്പോഴും ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ബഹളവും കൂടെ ഒക്കെ ഇതിലൊക്കെ ഒന്ന് ആക്കിയേക്കാന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ എപ്പോഴും ഉള്ള കേട്ടോ. ഇതൊക്കെ ചുമ്മാ തമാശനായിട്ടുള്ള ബഹളങ്ങൾ കേട്ടോ, അല്ലാതെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയം അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.